വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് രണ്ടാം കിരീടം. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 8 റൺസിന്റെ വിജയമാണ് നേടിയത്. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 149 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് 141 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. ഇന്ന് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ഫൈനലിൽ ഇന്ത്യ മാസ്റ്റേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെ നേരിടും. ഇന്ത്യൻ ടീമിനെ സച്ചിൻ നയിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ ബ്രയൻ ലാറ നയിക്കും. MS ഹരികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. എന്താണ്, ഏത് രീതിയിലായിരുന്നു കിരീട നേട്ടം, എന്തൊക്കെയായിരുന്നു വിജയ സാധ്യതകൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. WPL മൂന്നാം എഡീഷനിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടാം കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഹർമൻപ്രീത് കൗർ ആയിരുന്നു മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് വന്നിരുന്നത്. അതോടൊപ്പം തന്നെ ലാനിങ് ആയിരുന്നു ഡൽഹിയുടെ ക്യാപ്റ്റൻ. പക്ഷേ വലിയൊരു സാധ്യത ഡൽഹിക്ക് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ 3 തവണയും ഡൽഹി ഫൈനലിലേക്ക് എത്തിയിട്ടും ഒറ്റ തവണ പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള നിർഭാഗ്യകരമായ ടീമായിട്ട് WPL ഡൽഹി ക്യാപിറ്റൽസ് മാറുകയാണ്. ആദ്യം മുംബൈ ഇന്ത്യൻസിനായിരുന്നു ബാറ്റിംഗ് നയിക്കുകയായിരുന്നു ഡൽഹി ടോസ് നേടിയതിനു ശേഷം. പിന്നാലെ 149 റൺസ് മുംബൈ ഇന്ത്യൻസ് സ്കോർ ചെയ്യുകയും ചെയ്തു. അതിൽ ഹർമൻപ്രീത് കൗർ എന്ന ക്യാപ്റ്റൻ, അവരുടെ ക്യാപ്റ്റൻ 66 റൺസ് നേടിയെടുത്തുകൊണ്ടാണ് 149 റൺസിലേക്ക് എത്തിച്ചത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹി 141 ഒതുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ മുംബൈക്ക് 2 ഓപ്പണർമാരെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും പിന്നാലെ വന്ന ഹർമൻപ്രീത് കൗറാണ് മുംബൈയെ വിജയത്തിലേക്ക് നയിച്ചത്. അതുതന്നെയാണ് മുംബൈ രണ്ടാം കിരീട നേട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തത്. ആദ്യ സീസൺ മുംബൈ നേടുകയും പിന്നാലെ ബാംഗ്ലൂരായിരുന്നു ജേതാക്കൾ. പിന്നീട് വീണ്ടും മുംബൈ ഇപ്പോൾ കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മാസ്റ്റേഴ്സ് ലീഗിലെ ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയം. അവർ തന്നെയാണ് ഫൈനൽ കളിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ടീമിനെ നയിക്കുകയാണ്. മറുവശത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റനായി ബ്രയൻ ലാറയും എത്തുന്നു. നമ്മളൊരു 90കളിലൊക്കെ ക്രിക്കറ്റിൽ അത്രമേൽ സ്നേഹിച്ചിരുന്നവർക്കൊക്കെ തന്നെ ഒരു വലിയ എന്താ പറയുക, ഒരു ഗോൾഡൻ എറ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇന്നത്തെ മത്സരം മാറുന്നത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, യുവരാജ് 59 റൺസ് 7 സിക്സോടുകൂടി അടിച്ചുകൊണ്ട് ഫൈനലിലേക്ക് ഇന്ത്യൻ മാസ്റ്റേഴ്സിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് എത്തുകയും ചെയ്തത്. ഈ 2 താരങ്ങൾ മാത്രമല്ല, ഈ ടീമിലുടനീളമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ ഒരു നാൾ 2 രാജ്യങ്ങളെയും തോളിലേറ്റിയിരുന്ന പ്രധാന താരങ്ങൾ എല്ലാവരും തന്നെ ഇന്നത്തെ ഫൈനലിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ 90കളിലും ക്രിക്കറ്റിനെ അധികമായി സ്നേഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇന്നത്തെ മത്സരം ഒരു ഗംഭീര വിരുന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ നിർണായകമായി ഏത് ടീമിന് ജയിക്കുമെന്നുള്ള നിർണായകമായ ഘട്ടത്തിലേക്ക് ഇന്നത്തെ ഫൈനൽ മാറുകയും ചെയ്തു. അശ്വതി, ശരി. MS ഹരികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.